യെസ്, ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് ഒരു എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ ലിസ്റ്റ് ഇട്ടപ്പോൾ ഫാർമസി കോളേജുകളുടെ ഇതുപോലെ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഓക്കെ പറഞ്ഞാണ്, പക്ഷേ സോറി ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫാർമസിയുടെ അഡ്മിഷനെ പറ്റി പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാനുണ്ട്. അതായത് ഫാർമസിക്ക് നമ്മൾക്ക് +2ൻ്റെ മാർക്കൊന്നും എടുക്കൂല. നമ്മൾ എഴുതിയേക്കുന്ന ഫിസിക്സ് കെമിസ്ട്രിയുടെ മാർക്കാണ് നമുക്ക് ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. സോ ഇനി ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് നമ്മുടെ മാർക്ക് +2ൻ്റെ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ എൻട്രൻസ് കമ്മീഷണർ ഇടുമ്പോൾ നിങ്ങൾ ഫാർമസിക്കാർ ചോദിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ മാർക്ക് കൊടുക്കണ്ടേ, ഞങ്ങൾക്ക് എന്താ വരാത്തത് എന്നൊന്നും ചോദിക്കേണ്ട. കാരണം ഫാർമസിക്ക് +2ൻ്റെ മാർക്ക് എടുക്കൂല കേട്ടോ. നിങ്ങൾ എഴുതിയേക്കുന്ന എൻട്രൻസ് എക്സാമിൻ്റെ മാർക്ക് മാത്രമാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇതുപോലെ ടെൻഷൻ ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരു 4-5 വർഷം മുമ്പ് ടെൻഷൻ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ടെൻഷൻ പിടിക്കണം എന്നല്ല, പിടിക്കരുത്, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇതിൽ ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഒരു 4-5 വർഷം മുമ്പ് എഞ്ചിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതും ഓപ്ഷൻ രജിസ്ട്രേഷൻ ക്ഷണിക്കുന്നതും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് വരുന്നതെല്ലാം തന്നെ ഒരുമിച്ചായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ നിങ്ങൾക്കറിയാം, മെഡിക്കൽ അല്ലെങ്കിൽ നഴ്സിംഗ് അലോട്ട്മെൻറ്റുകൾ ഈ ഫാർമസിയുടെ സീറ്റ് വേക്കൻസീനെ ബാധിക്കുന്നത് കൊണ്ട്, കാരണം എഞ്ചിനീയറിങ്ങിൻ്റെ ഒപ്പം ആദ്യം തന്നെ അലോട്ട്മെൻറ്റുകൾ നടത്തി ഫാർമസിയുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അലോട്ട്മെൻറ്റുകൾ, മെഡിക്കലാണ് ആദ്യം വരുന്നത്, അതിനുശേഷമാണ് നഴ്സിംഗും ഒക്കെ വരുന്നത്. സോ ആ ഒരു അലോട്ട്മെൻറ്റുകൾ വരുമ്പോൾ കുട്ടികൾ ഈ ഫാർമസി കോളേജുകളിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ കുറച്ച് വൈകിയാണ് ഫാർമസിയുടെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. മേ ബി ചിലപ്പോൾ ഇനിയിപ്പോൾ റാങ്ക് എഞ്ചിനീയറിങ്ങിൻ്റെ ഒപ്പം വന്നാലും ചിലപ്പോൾ അതിൻ്റെ ഒപ്പം വരൂല, ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഇനി ഇൻ കേസ് എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്കിൻ്റെ ഒപ്പം തന്നെ ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റ് വന്നാലും ഓപ്ഷൻ രജിസ്ട്രേഷൻ വൈകും. ഇനിയിപ്പോൾ ഇത് ചോയ്സാണ്, കാരണം എൻട്രൻസ് കമ്മീഷൻ എങ്ങനെ തീരുമാനിക്കുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ കൂടെ ഫാർമസിയുടെ ഓപ്ഷൻസ് ക്ഷണിച്ചാലും അതിനിപ്പോൾ സാധ്യത കുറവാണ്. എഞ്ചിനീയറിങ്ങിൻ്റെ ആദ്യം ക്ഷണിച്ചിട്ട് പിന്നീടായിരിക്കും ഫാർമസി വരിക. പക്ഷേ എപ്പോഴും അലോട്ട്മെൻറ്റ് വരാനായിട്ട് വൈകൂട്ടോ. എങ്ങനെ വന്നാലും നഴ്സിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ഫാർമസിയുടെ കാര്യങ്ങളൊക്കെ വരുള്ളൂ. സോ അത്രയും നേരം നിങ്ങൾ ക്ഷമിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ പിടിക്കേണ്ട ആവശ്യമില്ല, അലോട്ട്മെൻറ്റ് വരും, കുറച്ച് വൈകും. കാരണം ഇതാണ്, മെഡിക്കൽ അലോട്ട്മെൻറ്റുകളും നഴ്സിംഗ് അലോട്ട്മെൻറ്റുകളും ഫാർമസിയുടെ അഡ്മിഷനെ ബാധിക്കുകയും സീറ്റ് വേക്കൻസി വരുകയൊക്കെ ചെയ്യണം കൊണ്ട് ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് ഇങ്ങനെയാണ്, കുറച്ച് വൈകിയാണ് ഫാർമസിയുടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഈ വർഷം എന്തെങ്കിലും ചേഞ്ച് ഇതിലുണ്ടാവാനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരുമാനിക്കുന്നത് എൻട്രൻസ് കമ്മീഷണറാണ്. അതനുസരിച്ചിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ വൈകുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ഇങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നടക്കുന്നതെന്നുള്ളതാണ്. അതിന് കാരണം ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ ഫാർമസി കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് കോളേജുകൾ വരുന്നുണ്ട്. പിന്നെ CPAS എന്ന് പറയുന്ന സൊസൈറ്റിയുടെ അണ്ടറിൽ, അതൊരു നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് പറഞ്ഞില്ലേ, ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു വിഭാഗം പോലെ ഫാർമസിയുടെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, ഫീസ് സ്ട്രക്ചറൊക്കെ വല്ല വ്യത്യാസം ഉണ്ടാവും. പിന്നെ വരുന്നത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഫാർമസിയുടെ. അപ്പോൾ ഈ ഒരു 3 വിഭാഗത്തിൽ നമുക്ക് ഫാർമസി കോളേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ കോളേജ്, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഫുൾ സീറ്റുകൾ, ഇപ്പോൾ ചില കോളേജുകളിൽ 22 സീറ്റും ചില കോളേജിൽ 66 സീറ്റുമാണ് ഉള്ളത്. ഇതിലെ എല്ലാ സീറ്റുകളും ഫില്ല് ചെയ്യുന്നത് എൻട്രൻസ് കമ്മീഷനാണ് ഗവൺമെൻറ് കോളേജിലെ. അപ്പോൾ ഈ നമ്മളിപ്പോൾ പറയുന്നത് 22 അല്ലെങ്കിൽ 66 എന്നൊക്കെ പറയുന്ന ഈ ഒരു ഇൻടേക്ക് എന്ന് പറയുന്നത് 2024 വരെയുള്ള ഇൻടേക്കാണ്. 25-ൽ ഇനി എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അതിലേക്കും കൂടി ആ ടൈമിൽ എൻട്രൻസ് കമ്മീഷൻ ഇതിന് അഫിലിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടാണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടൈമിൽ കിട്ടുവാണെങ്കിൽ ആ കൂടുതലുള്ള സീറ്റുകളിലേക്കും അലോട്ട്മെൻറ്റുകൾ ആ ടൈമിൽ നടത്തും കേട്ടോ. അപ്പോൾ നമുക്ക് കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പം ഞാൻ പറയില്ല ഈ കോളേജുകളുടെ പേരുകൾ പറഞ്ഞു പോകണ്ടല്ലോ, ഇത് കൂടുതൽ റാങ്ക് വൈസ് അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ കോളേജ് ഫസ്റ്റ് എന്നുള്ള രീതിയിലല്ല, ആൽഫബറ്റിക് ഓർഡറിലാണ് പറഞ്ഞു പോകുന്നത്. ഇതുപോലെ ആയിരിക്കും നിങ്ങൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കോളേജുകളുടെ ലിസ്റ്റ് കാണാൻ പറ്റുന്നത്.
അപ്പോൾ ഇതിൽ നിന്ന് ഇത് അങ്ങനെ തന്നെ എടുത്ത് സേവ് ചെയ്ത് വെക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോകാൻ താല്പര്യമുള്ള കോളേജ്, അത് നിങ്ങളുടെ റാങ്ക് എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജാണ് ആദ്യം എടുത്ത് വെക്കേണ്ടത് കേട്ടോ. ഇതിങ്ങനെ തന്നെ എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആദ്യം കൊണ്ടുപോയി വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ കിട്ടാനുള്ള റാങ്ക് ഉണ്ടെങ്കിലും പിന്നീട് അത് കിട്ടില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഗവൺമെൻറ്റിലൊക്കെ പ്രൈവറ്റിലൊക്കെ അഡ്മിഷൻ എടുത്തു, പിന്നെ നിങ്ങൾക്കത് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻസ് വെച്ചിട്ട് ഒരെണ്ണം, ഞാനത് കൂടുതലായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് പറഞ്ഞുതരാം, എന്നാലും പറയുകയാണ്, നിങ്ങൾ ഓപ്ഷൻസ് വെച്ചിട്ട് ഇപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള മാത്രമാണ് പിന്നെ നിൽക്കുള്ളൂ. 5ന് താഴെയുള്ള എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ആയിട്ട് പോകും. മനസ്സിലായോ? പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മളെ പരിഗണിക്കുമ്പോൾ ആ മുകളിലുള്ള 4 കോളേജുകൾ, 5ാമത്തെ ആണല്ലോ നിങ്ങൾക്ക് കിട്ടിയത്, ആ 4 കോളേജുകളെ അവിടെ ഉണ്ടാവുള്ളൂ. ബാക്കി താഴെയുള്ളതൊക്കെ ഡിലീറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കോളേജാണ് ആദ്യം കൊടുക്കേണ്ടത്. അതനുസരിച്ചിട്ട് പ്രയോറിറ്റി കുറഞ്ഞതനുസരിച്ചിട്ട് താഴോട്ട് വെച്ച് പോകണം എന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. അത് ആ ഒരു ടൈമിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് മനസ്സിൽ വെക്കുക. ഒരു ഓപ്ഷൻസ് നമ്മളിപ്പോൾ ഒരു 10 ഓപ്ഷൻ വെച്ചു, 5ാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ 5ന് താഴെയുള്ളതെല്ലാം പോകും. പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമുക്കത് അപ്പം ആഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇനി വല്ല മോപ്പപ്പ് പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലായിരിക്കും പിന്നീട് പോയ കോളേജുകൾ ആഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് സീറ്റ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് ഇഷ്ടമുള്ള കോളേജുകളാണ് ആദ്യം വെക്കേണ്ടത്. ഞാൻ ഈ പറയുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് കാണിക്കുന്നത്. ഇതെടുത്ത് അങ്ങനെ തന്നെ അല്ല വെക്കേണ്ടത്. ഇതിൽ നിന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നോക്കിയിട്ട് റൈറ്റ് സൈഡിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ആ ടൈമിൽ നിങ്ങൾക്കത് നോക്കുമ്പോൾ മനസ്സിലാവും, അതനുസരിച്ചിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കോളേജുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാക്കി നിങ്ങളൊരു റഫ് പേജിൽ എഴുതിയിട്ട് കൊണ്ടുപോവുക. എന്നിട്ട് നിങ്ങൾ അക്ഷയയിലൊക്കെ പോയിട്ടാണ് ചെയ്യണമെങ്കിൽ അത് കൊടുത്തിട്ട് അവരോട് പറയുക ഈ രീതിയിലുള്ള ഓപ്ഷൻസ് വെക്കാമെന്ന്. ജസ്റ്റ് പേര് എഴുതി കൊണ്ടുപോയാൽ മതി. ഓക്കെ, നിങ്ങൾ പ്രൊഫൈൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുമ്പോൾ പ്രൊഫൈൽ തുറന്ന് നോക്കുന്നതിനോ കോളേജുകളുടെ ലിസ്റ്റ് നോക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല. നിങ്ങളത് നോക്കിയിട്ട് എഴുതിയെടുത്ത് പോയിട്ട് നമ്മൾ സേവ് ചെയ്തതിൻ്റെ ഒരു PDF നമ്മൾ കൺഫർമേഷൻ ഒരു ഡൗൺലോഡ് ചെയ്തെടുത്ത് വെക്കണം. അപ്പോൾ സേവ് ചെയ്താൽ മാത്രമാണ് ഓപ്ഷൻസ് സേവ് ആവുള്ളൂ. അല്ലാതെ ചുമ്മാ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് ആ കോളേജ് ലിസ്റ്റ് എടുത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എഴുതിയെടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അങ്ങനെ എഴുതിയെടുത്തിട്ടാണ് നിങ്ങൾ അക്ഷയയിലൊക്കെ പോയി വെക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കും തോറും ഏതെങ്കിലും കോളേജ് വിട്ടുപോകും, അല്ലെങ്കിൽ ടൈം ഔട്ടായി പോകും. അപ്പോൾ നിങ്ങൾ വച്ചത് സേവ് ആവാതെയൊക്കെ പോകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ കോളേജുകൾ ആദ്യം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ആൽഫബറ്റിക് ഓർഡറിലാണ്. നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ അടുത്തോ ഏത് കോളേജാണ് നല്ലതെന്നൊക്കെ നോക്കിയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകൾ വരുന്നത് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ 22 സീറ്റാണ്. പിന്നെ കോഴിക്കോട് 22 സീറ്റാണുള്ളത്. കോട്ടയത്ത് 66 സീറ്റുണ്ട്. കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് 66 സീറ്റുണ്ട്. കണ്ണൂർ 66 സീറ്റുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞോന്ന് അറിയില്ല, ഈ ഫാർമസ്യൂട്ടിക്കൽ കോളേജുകളെല്ലാം ഒരേ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് വരുന്ന KUHS, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിലാണ് ഫാർമസ്യൂട്ടിക്കൽ കോളേജുകളെല്ലാം തന്നെ, അല്ലെങ്കിൽ BPharmൻ്റെ കോളേജുകളെല്ലാം തന്നെ വരുന്നത് കേട്ടോ. അത് ഗവൺമെൻറ് ആണെങ്കിലും CPASൻ്റെ അണ്ടറിലാണെങ്കിലും അതുപോലെ തന്നെ പ്രൈവറ്റിൻ്റെ അണ്ടറിലാണെങ്കിലും ഒക്കെ വരുന്നത് അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് CPASൻ്റെ അണ്ടറിൽ, അതായത് സെൽഫ് ഫിനാൻസ് കോളേജസ് അണ്ടർ സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസ്, CPASൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നഴ്സിംഗ് കോളേജുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില മെഡിക്കൽ ഇതിലുള്ള മറ്റു കോളേജുകൾ വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകൾ വരുന്നുണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളൊക്കെ CPASൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. സോ ഇവിടെ എനിക്ക് തോന്നുന്നു ഇയർലി 98 ഒക്കെ എനിക്ക് തോന്നുന്നു ഫീസ് സ്ട്രക്ചർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഞാൻ നോക്കിയപ്പോൾ ഗൂഗിളിൽ ഇവരെ ഫീസ് സ്ട്രക്ചർ കിടപ്പുണ്ട്. ജസ്റ്റ് CPASൻ്റെ BPharm ഫീസ് സ്ട്രക്ചർ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു PDF നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം കേട്ടോ. ഇതിൽ ഫസ്റ്റ് സെം എത്ര കൊടുക്കണം, സെക്കൻഡ് സെം എത്ര കൊടുക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നോട്ടീസൊക്കെ കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് മനസ്സിലാക്കാം. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനി ഇതിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് CPASൻ്റെ അണ്ടറിൽ 2 കോളേജാണ് ഇവർ വരുന്നത്. സെൻറ്റർ ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ് ഏറ്റുമാനൂർ കോട്ടയം, പുതുപ്പള്ളി കോട്ടയമാണ് 2 കോളേജുകൾ വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്
ഇതിൽ അൽ-അസർ വരുന്നുണ്ട്, 60 സീറ്റാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇവിടെയൊക്കെ പകുതി സീറ്റ് ആയിരിക്കുള്ളൂ എൻട്രൻസ് കമ്മീഷൻ ഫില്ല് ചെയ്യുന്നത്, മെറിറ്റ് സീറ്റ്. ബാക്കി പകുതി പക്ഷേ മാനേജ്മെൻറ്റ് ആ രീതിയിൽ NRI ഒക്കെ ഉണ്ടാവുമായിരിക്കണം. അത് എനിക്കിതിനെപ്പറ്റി ഇതുവരെ ഈ ഫാർമസ്യൂട്ടിക്കലിൻ്റെ ആ ഒരു മേഖലയിലുള്ള ബാക്കി സീറ്റുകളുടെ അഡ്മിഷനെ പറ്റി എനിക്കറിയത്തില്ല. അത് നിങ്ങൾ അതത് കോളേജിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു പക്ഷേ ഇങ്ങനെയുള്ള അഡ്മിഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിന് എൻട്രൻസ് വേണോ, എന്തായാലും എൻട്രൻസ് ഇല്ലാതെ അഡ്മിഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ ചില കുട്ടികൾ പറയാറുണ്ട്, നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കാണാറുണ്ട് എൻട്രൻസിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ കാണാറുണ്ട്. എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. നിങ്ങളത് കറക്റ്റ് കോളേജിൽ വെബ്സൈറ്റിൽ നമ്പേഴ്സ് ഉണ്ടാവും, അതിൽ വിളിച്ചു നോക്കി അല്ലെങ്കിൽ നേരിട്ട് ചെന്നോ ഇങ്ങനെയുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇങ്ങനെ CA അല്ലാതെ ഈ പറയുന്ന അഡ്മിഷനെ പറ്റിയിട്ട് അന്വേഷിക്കുക കേട്ടോ. പക്ഷേ എപ്പോഴും നമ്മൾ അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ എടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾക്ക് ചില സ്കോളർഷിപ്പുകൾക്ക് എപ്പോഴും പറയുന്നുണ്ട് ഞാൻ, സ്കോളർഷിപ്പുകൾക്ക് നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ, അത് നമ്മൾ അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ എടുത്താലാണ് നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുള്ളൂ. സോ നിങ്ങളെപ്പോഴും അലോട്ട്മെൻറ്റ് മെമ്മോ വഴി അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കോളർഷിപ്പുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്തായാലും B.Pharm സ്കോളർഷിപ്പുകളുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ സ്കോളർഷിപ്പുകളുണ്ട്. അത് എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എസ്പെഷ്യലി മൈനോറിറ്റിയിൽ വരുന്ന കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ SC/ST കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്ന സ്കോളർഷിപ്പുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കഴിവതും നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് വഴി തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട്, നിങ്ങളുടെ റാങ്കൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് എടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ അൽ-അസർ ആണ് ഒരെണ്ണം, പിന്നെ അൽ-ഷിഫ വരുന്നുണ്ട്, അഹല്യ കോളേജ് ഓഫ് ഫാർമസി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കോളേജിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ വേണമെങ്കിൽ ഈ പറയണ പോലെ നിങ്ങൾക്ക് കോളേജിൻ്റെ ലിസ്റ്റൊക്കെ നേരത്തെ ഉണ്ടാക്കാമെന്നുള്ളത്. അതിന് നിങ്ങൾക്ക് എളുപ്പവഴി വേറൊന്ന്, നമ്മളുടെ പ്രോസ്പെക്ടസിൽ ഈ ഒരു 148 പേജിലും 147, 148 പേജിലൊക്കെ കോളേജുകളുടെ ലിസ്റ്റും ഓരോ കോളേജിൻ്റെ ഫോൺ നമ്പറും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് ഫീസ് സ്ട്രക്ചറിനെ പറ്റി അറിയണമെങ്കിലോ അഡ്മിഷൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിലോ ഒക്കെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഗവൺമെൻറ് എന്തായാലും CE ആണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. സ്റ്റേ ബ്ലെസ്ഡ്, ടേക്ക് കെയർ, താങ്ക് യു.